ഹലോ, ഒരു അടിപൊളി മീൻ കറി വെച്ചാലോ? അതും കുടംപുളി ഇട്ടിട്ട്. അതിനായിട്ട് ഞാൻ കേരമീനാണ് കേട്ടോ എടുക്കുന്നത്. അത് നല്ലോണം കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഉലുവയും പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കുന്നത്. ചിലവർ ഇവിടെ പെരിഞ്ചീരകം ഇടില്ല, ഞാൻ ഇടും കേട്ടോ. അപ്പോൾ അത് പൊട്ടിയ ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, തക്കാളി ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണേ. ചിലവർ ആദ്യം ചെറിയുള്ളി ഇടും, പക്ഷേ ഞാനിവിടെ എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ അതൊന്ന് വഴറ്റിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് അടി പിടിക്കും മൺചട്ടി ആയതുകൊണ്ട്. അപ്പോഴേക്ക് ഉള്ളികളെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ചിലവർ മല്ലിപ്പൊടി ഇടില്ല, ഞാനിവിടെ ഇടും കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ 2.25 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇട്ടു. അപ്പോൾ പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കണേ. അതിന് പച്ചമണം മാറിയ ശേഷം അതിലേക്ക് കുടംപുളി നല്ലോണം കഴുകി വെള്ളത്തിലിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നിറയെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചാറ് കറി നിറയെ വേണം. ചപ്പാത്തിക്കാണ്ട് മീൻ ചാറൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിറയെ ചാറ് വേണം. അപ്പോൾ ഞാൻ നല്ലോണം ചാറ് ഒഴിച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നല്ലോണം വെന്ത ശേഷം അതിലേക്ക് ഞാൻ കേരമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തീ ഒന്ന് ഇത്തിരി കുറയ്ക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിമൊക്കെ നമുക്ക് ഓഫാക്കി അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളി മീൻ കറിയാണ്. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ, ബൈ ബൈ, സി യു.